ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഇത് വന്നിട്ട് മീഷോയുടെ ഹോൾ വീഡിയോ ആണ്. ഇതെല്ലാം കൂടി ഒരു 2000 രൂപയ്ക്ക് അകത്തുള്ള സാധനമാണ് ഗായ്സ്. ഇത് മൊത്തം കൂടി ഒരു 2000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കിയാലോ. കൂടുതലും നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്, പിന്നെ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇതിനകത്തുള്ളതെന്ന് വെച്ചാല് എനിക്കും അറിയില്ല ഗായ്സ്. തുറന്നു നോക്കിയാലേ അറിയാവും. കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ട് അങ്ങ് ഓർഡർ ആക്കുക ചെയ്തത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കിച്ചണിൽ വന്നിട്ട് സ്പൂണും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാവുന്ന ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സംഭവമാണ്. ഹാങ്ങിങ് ആണ് കേട്ടോ. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. പുതിയ സാധനം പൊട്ടിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. എന്റെ അടുക്കുടുത്ത സാധനങ്ങളാണ്. ഇതൊരു ടവൽ ഹാങ് ചെയ്യാനുള്ള സംഭവമാണ്. കപ്പ്, കുക്ക്, എന്തൊക്കെയോ ഉണ്ട്. എങ്ങനെ വരും? ഇൻസ്ട്രക്ഷൻ വേണ്ടി വരും. അപ്പൊ ഗൈസ്, ഇതിനകത്ത് വന്നിട്ട് ഇതുപോലെ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്പൂണും ഫോർക്കും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വന്നിട്ട് നമുക്ക് നൈഫ് ഒക്കെ ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടവൽ റോഡ് വന്നിട്ടുണ്ട്. അതിങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ടവലൊക്കെ ഇടാം. പിന്നെ കുറെ ഹുക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഹുക്സിലാണ് നമ്മൾ ഇങ്ങനെ സ്പൂണൊക്കെ തൂക്കിയിടാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ട് വരുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ തനിയെ തന്നെ ഫിറ്റ് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചേക്കാണ്. ഞാൻ വെച്ചാൽ ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാം. കാരണം അവിടെ സ്ഥലമില്ല ഗൈസ്. അപ്പൊ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇതിനകത്ത് കണ്ടില്ലേ ഒരു സ്റ്റിക്ക് ഓൺ ഇതും ഉണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വാലിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറിന്റെ ബാക്കിലത്തെ ഒട്ടിപ്പിളക്കി കളഞ്ഞതിന് ശേഷം ഞാൻ വാലിൽ ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ഇനി നമുക്കിത് ഫിറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തപ്പോ നല്ല ഭംഗിയില്ലേ? അടുത്തത് ഓപ്പൺ ചെയ്താലോ. ഇത് വന്നിട്ട് ഒരു സ്പൂണിന്റെ സെറ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്പാച്ചുല അങ്ങനെയൊക്കെ ഉള്ളതില്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. അപ്പൊ ഞാൻ കൂടുതലും ബ്ലാക്ക് കളറാ വാങ്ങിക്കുക കേട്ടോ. ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ്. അപ്പൊ ഇത് വന്നിട്ട് ഒരു ബ്ലാക്കിന്റെ ഒരു സ്പൂൺ സെറ്റ് ആണ്. കണ്ടില്ലേ, ഇതുപോലൊരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10 ഒരു 11 സ്പൂണുകളുടെ സെറ്റാണ് ഇത്. ഈ ഒരു ഇതും കൂടെ ചേർത്ത് മൊത്തത്തിൽ 12 സെറ്റിന്റെ ഒരു പീസാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് അടുത്ത് കണ്ടാലോ. ഇതാണ് ആ ഒരു സ്പൂണിന്റെ സെറ്റ്. ഇതിനകത്ത് ഇതുപോലെ നമ്മുടെ ദോശയൊക്കെ മറിച്ചിടാൻ പറ്റുന്ന ഒരു സ്പാച്ചുലയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല കട്ടിയും ഉണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഇങ്ങനെയുള്ള ഫ്രൈ ഐറ്റംസ് ഒക്കെ കോരി എടുക്കാൻ പറ്റുന്ന, അതായത് ഓയിൽ ഇതുപോലെ സ്ക്യൂസ് ഔട്ട് ആയി പോയിക്കോളും, അങ്ങനൊരു സംഭവമാണ് ഇത്. നമുക്ക് ഇങ്ങനെ തവയിലേക്ക് ഗ്രിൽഡ് ഫിഷ് ഒക്കെ ചെയ്യില്ലേ, അപ്പോഴത്തേക്ക് ഓയിൽ ഇങ്ങനെ സ്ക്യൂസ് ഔട്ട് ആവും, നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം. അങ്ങനെയുള്ള സംഭവമാണ്. ഇതെന്താ, നമ്മുടെ സ്പാച്ചുലയാണ്. അതായത് നമുക്കിങ്ങനെ കേക്ക് ബാറ്റർ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതും അതുപോലെ ഒരു സ്പാച്ചുല തന്നെയാണ്. പിന്നെ നമുക്ക് കറി കോരാൻ പറ്റിയ രണ്ട് നല്ല കുഴിവുള്ളതും അത്യാവശ്യം കുറച്ച് കുഴിവ് കുറവുള്ള 2 സ്പാച്ചുല ഉണ്ട്. നല്ല വുഡൻ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതിന്റെ പിടിയൊക്കെ സ്ട്രോങ് സാധനമാണ്. കണ്ടില്ലേ. അടുത്ത ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നൂഡിൽസ് സ്പെഗറ്റി ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത്. അടുത്ത വന്നിട്ടൊരു ചെറിയ വിസ്കും ഉണ്ട്. പിന്നെ ഒരു നല്ല അടിപൊളി ഒരു സിലിക്കോൺ ബ്രഷ് ഉണ്ട്. പിന്നെ നമ്മുടെ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കോരി എടുക്കാൻ പറ്റുന്ന ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു സ്പൂണിന്റെ സെറ്റ്. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സ്പൂൺ സെറ്റ് വന്നിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാണ്. നമ്മുടെ ബ്ലാക്ക് കിച്ചണ് ഈ ഒരു സെറ്റും കൂടി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായില്ലേ ഗൈസ് നമ്മുടെ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് കാണാനായിട്ട്.
നമുക്ക് അടുത്ത അൺബോക്സ് ചെയ്താലോ? ഇത് വന്നിട്ട് എന്താ നോക്കാം. നമ്മുടെ ഡിഷ് വാഷർ ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന ഡിസ്പെൻസർ ആണ് ഇത്. നമ്മൾ ഓൾറെഡി ഫെയർനെസ്സിന് വാങ്ങിയിട്ടുണ്ടേ. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ. കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് അവിടെ കിട്ടിയത് ഇത് വന്നിട്ട് കുറച്ചൊരു ചുമ്മാ ഒരു ഡെമോ പീസ് കണക്ക്. ഇവിടെ ഒരു ചെറിയ സ്പോഞ്ചും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഡിഷ് വാഷറിന്റെ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് റെസ്ക്യൂസ് ചെയ്ത് എടുക്കാം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്ക്രബ്ബർ ഇവിടെ വെക്കാം. ഇതാണ് ആ ഒരു സംഭവം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഓൾറെഡി ഞാൻ നമ്മുടെ ഫെയർനെസ്സിൽ ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടത്തേക്ക് കൂടെ വാങ്ങിയതാണ്. നല്ല രസമില്ലേ? ഇതിന്റെ വന്നിട്ട് വർക്കിംഗ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലിക്വിഡ് ഡിസ്പെൻസർ ഇല്ലേ, അതിലേക്ക് ഞാൻ വിം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ആ മുഴുവൻ വിം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യിക്കുന്നത്. ഇനി നമ്മുടെ സ്ക്രബിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ആ ഒരു വിം കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല പതയും കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ വാളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും ഹാങ് ഒക്കെ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ വാളിൽ ഇത് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഈ പെയിന്റ് കൂടി ഇളകി വരും. ഇത് ഞാൻ കൂടുതൽ ഇവിടെ ടൈൽസിലൊക്കെ ഒട്ടിക്കാനാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നല്ല സംഭവമാണ് കേട്ടോ. പക്ഷെ ഇവിടത്തെ പെയിന്റ് അത്ര ക്വാളിറ്റി ഉള്ളതല്ലല്ലോ. അതുകൊണ്ട് ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിങ്ങനെ ഇളകി വരും. കൂടുതലും നമ്മുടെ ടൈൽസിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി, ഇതൊക്കെ നല്ല സ്ട്രോങ് പശയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പൊ ഞാന് ഒരു 10 പീസ് ഇത് വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഗായ്സ്, ഇതൊക്കെ ഇച്ചുകുട്ടി ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു വാൾ ഹാങ് തന്നെയാണ്. നമ്മുടെ ബാത്റൂമിലൊക്കെ എനിക്ക് ഇങ്ങനെ ഷാമ്പും കണ്ടീഷണറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. കാരണം ഞാൻ ഇവിടെ ഫുൾ ഇങ്ങനെ സൈഡിലൊക്കെ നിരത്തി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കാലൊക്കെ സ്ക്രബ് ചെയ്യുന്ന ബ്രഷൊക്കെ ഇല്ലേ, അതൊക്കെ ഇതുപോലെ ലൂഫ അതെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഇതൊരു 2 പീസാണ് കേട്ടോ. നമുക്ക് വാളിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഒട്ടിപ്പ് ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ വാൾ ഹാങ് വന്നിട്ട് നമ്മുടെ ബാത്റൂമിനകത്തും കിച്ചണിനകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലാണ് എനിക്ക് ഏറ്റവും യൂസ് ആയിട്ട് തോന്നിയത്. അടുത്തത് വന്നിട്ട് ഗായ്സ്, ഇത് വന്നിട്ട് എന്റെ കിച്ചണിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു വേസ്റ്റ് ബിൻ വാങ്ങിയതാണ്. ഓൾറെഡി ഇവിടെ ഞാന് നമ്മുടെ ആ ഒരു സിങ്കിന്റെ സൈഡിൽ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ചെറിയ ബിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും അത് അവിടെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ ഈ വേസ്റ്റ് ബിന്നും പിന്നെ പാത്രം കഴുകുന്ന ആ ഡബ്ബയും പിന്നെ നമ്മുടെ വിം ലിക്വിഡും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് എനിക്കൊരു അവിടെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നി ഗൈസ്. അപ്പൊ ഇത് താഴെ എനിക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. അതായത് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ തുറന്നു വെക്കാം കേട്ടോ. നമുക്ക് കിച്ചണിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇടാം. പിന്നെ വന്നിട്ട് എന്താ ഇതുപോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ കബോർഡിലേക്ക് ഡോറിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ അടച്ചു വെക്കാം. കണ്ടില്ലേ, ഇത് ഈസിയാ കണ്ടോ. അങ്ങനെ അപ്പൊ അതിനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഗാർബേജ് ബാഗ് ഇട്ടതിന് ശേഷം വേണം ഇതിൽ വേസ്റ്റ് ഇടാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ എന്താ ഇതിങ്ങനെ അധികം വൃത്തികേടാവത്തില്ല. അപ്പൊ ഞാൻ അവിടെ മീഷോന്ന് തന്നെ 3 ഗാർബേജ് ബാഗിന്റെ ഒരു റോള് വാങ്ങിയിട്ടുണ്ട്. ഇത് വലിയ റേറ്റില്ല കൈസ്. ഈ 3 എണ്ണത്തിനും കൂടി എനിക്ക് എത്രയാണെന്നറിയാവോ? എനിക്ക് 66 രൂപയായിട്ടുള്ളൂ ഈ ഒരു 3 റോളിന് വന്നിട്ട്. ഓ ഇതാണ് നമ്മുടെ ആ സംഭവം. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും പിന്നെ വന്നിട്ട് കിച്ചണിൽ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ കിച്ചന്റെ സിങ്കിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വന്നിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, നമുക്ക് ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്ക് ഓൺ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം ലെവലിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു എയർ ഫുള്ള് പോകുന്നത് പോലെ നല്ലതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗാർബേജ് ബാഗ് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വേസ്റ്റ് ബിൻ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാം. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി യൂസ് ആണ്. അടുത്തത് ഗൈസ്, ഇതും ഞാൻ എൻ്റെ പെയർനെസ്സിൽ ഓർഡർ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇവിടത്തേക്കും കൂടെ വാങ്ങിയതാണ്. നമ്മുടെ കിച്ചൺ മാറ്റ് ആണിത്.
നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇവിടത്തെ കൂടെ വാങ്ങിയത്. എന്താ ഗൈസ്, നല്ല അടിപൊളി ഒരു റോളാണ്. ഇതിനകത്ത് ഇങ്ങനൊരു വലിയ മാറ്റും ഉണ്ടാവും, പിന്നെ വന്നിട്ട് ഇതുപോലൊരു ചെറിയ മാറ്റും. നല്ല അടിപൊളി സാധനമാണ്. വെള്ളമൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്യും. പിന്നെ എന്താ, നല്ല അടിപൊളി സാധനമാണ്. ഇങ്ങനെ സ്ലിപ്പ് ആവത്തില്ല. ഇതിന്റെ ഒരുപാട് കളർ സെലക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തറ വന്നിട്ട് ഗ്രേ കളറാണ്. അപ്പൊ അതിനോടൊന്നും ചേർന്ന് പോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇതെടുത്തത്. ഇതിന്റെ ബേക്കിൽ വന്നിട്ട് ഇതുപോലൊരു റബ്ബറാണ് കേട്ടോ. ഇതിങ്ങനെ തെന്നിയൊന്നും പോകത്തില്ല. അപ്പൊ നല്ല അടിപൊളി ഒരു കിച്ചൺ മാറ്റാണ്. ഇനി വേറൊരു മാറ്റ് കൂടി ഉണ്ട്. ഇതും ഞാൻ എന്റെ വീട്ടിലത്തേക്ക് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വീണ്ടും റീ ഓർഡർ ചെയ്ത സാധനമാണ്. ഇത് വന്നിട്ട് നമ്മുടെ ബാത്റൂം ഡോർമാറ്റ് ആണ്. ഇത് 2 പീസ് ആണ് കേട്ടോ. ഇത് നല്ല റേറ്റ് കുറവാ. രണ്ടെണ്ണത്തിന് 160 രൂപയേ ഉള്ളൂ. അല്ലേ, അത്യാവശ്യം നല്ല വലിയ സംഭവമാണ്. നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക്. ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നല്ല ഫാബ്രിക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് അങ്ങനെ ഗ്രിപ്പും ആവത്തില്ല. നല്ല അടിപൊളിയാണ്. നമ്മുടെ കിച്ചൺ ഡോർ മാറ്റും കണ്ടില്ലേ, അതും നല്ല ഇതുപോലെ റബ്ബറാണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ലതുപോലെ അബ്സോർബ് ചെയ്യുന്ന ഒരു മാറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ ഫ്ലോർ മാറ്റ് ഇല്ലേ, അത് ഞാൻ കിച്ചണിൽ ഇതുപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം ഡോർ മാറ്റ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബാത്റൂമിന്റെ ഫ്രണ്ട് കാണുന്നതിന് നല്ല രസമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം ഞാൻ റീ ഓർഡർ ചെയ്തതാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതും ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ റീ ഓർഡർ ചെയ്ത സംഭവമാണ്. നമ്മുടെ കിച്ചൺ റോളാണ് കഴിച്ചത്. അതായത് നമുക്ക് കിച്ചണിന്റെ നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ പറ്റി നല്ലൊരു മൈക്രോ ഫൈബർ ആണ്. ഇത് അത്യാവശ്യം നല്ല അടിപൊളിയാണ്, റീയൂസബിൾ ആണ്. പിന്നെ വന്നിട്ട് നമുക്ക് ടിഷ്യൂവിന്റെ തന്നെ യൂസ്ഫുൾ ആണിത്. പക്ഷെ നമുക്ക് റീയൂസ് ചെയ്യാം, വാഷ് ചെയ്ത് ഉപയോഗിക്കാം. കൗണ്ടർ ടോപ്പ് ഒക്കെ തുടയ്ക്കാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും. അപ്പൊ അതിന്റെ ഒരു റോള് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വെൽനെസ് ഇരിക്കുന്നത് ഒരു ബ്ലൂ ആണ്. ഇത് വന്നിട്ട് ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ വിരിച്ചിടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഒരു പ്രാവശ്യം ടിഷ്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താ എടുത്ത് കളയാനല്ലേ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാം. അല്ലേ, ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കാം. ഇവിടെ നിന്ന് നല്ല അടിപൊളി യൂസ്ഫുൾ സാധനമാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു ടിഷ്യൂ ഹോൾഡർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഇത് ഞാൻ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന കണ്ടിട്ട് വാങ്ങിയതാണ്. ഈ സ്റ്റീൽ സ്ക്രബില്ലേ, ഈ ഒരു സംഭവം നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതൊരു 10 പീസിൻ്റെതാണ് ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു സ്റ്റീൽ സ്ക്രബിന്റെ ഷീറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന കണ്ടിട്ട് ആദ്യമായിട്ട് വാങ്ങിയാണ്. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സൈഡ് ബ്രഷും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ പൈപ്പിന്റെ സൈഡ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈഡ് ബ്രഷും കൂടി ഉണ്ട്. ഇത് രണ്ടിനും കൂടി എനിക്ക് 60 രൂപയായിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഞാൻ എന്തേ ഇത് ഇത്രയും കാലം ഉപയോഗിക്കാത്തതെന്ന് ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അപ്പം നമ്മുടെ ഡിസ്പെൻസറിനകത്ത് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ലിക്വിഡ് ഉണ്ടല്ലേ, അത് ഇതുപോലെ ഇങ്ങനെ കയറി ഇതിനകത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പാത്രം ഒന്നും സ്ക്രാച്ച് ആവത്തില്ല. എന്നാൽ നമ്മുടെ സ്പോഞ്ചിൽ നിന്ന് വരുന്നത് പോലെ തന്നെ നല്ലതുപോലെ പതയൊക്കെ വരുന്നുണ്ട്. നല്ല പാത്രം നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചായപാത്രമൊക്കെ കഴുകിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. നമ്മുടെ നോർമൽ സ്ക്രബ് ഇട്ട് പിടിക്കുന്നതിൻ്റെ അത്ര പോലും പണിയില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പാത്രം കഴുകാൻ പറ്റും. ഇത് ഇത്ര ചീപ്പ് റേറ്റുമാണ്. പിന്നെ വന്നിട്ട് നമുക്കിത് ഉണക്കി സൂക്ഷിക്കാനും ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയില്ലേ ആ ഒരു ബ്രഷ്, അത് വെച്ചിട്ട് ഈ മഗ്ഗിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ അഴുക്ക് പിടിച്ചിരിക്കില്ല. നമ്മൾ സ്പോഞ്ചൊന്നും വെച്ച് കയറ്റിയാലൊന്നും അത് അഴുക്ക് പോകത്തില്ല. ഇതിങ്ങനെ വെച്ച് കഴുകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കപ്പൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത്. പിന്നെ മീഷോന്ന് അല്ലാതെ ഞാൻ വാങ്ങിയൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇത് വന്നിട്ട് എത്ര 60-70 രൂപയുടെ സംഭവമാണ് കേട്ടോ. നമ്മുടെ ഐസ് ഉണ്ടാക്കുന്ന ട്രേ ആണ്. അതായത് ഇതിനകത്ത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക, ഐസാക്കാൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ അതിലേക്ക് ഐസ് നല്ല ഗോൾ ഐസ് കിട്ടും. എനിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിയതാണിത്. നമ്മളെ എവിടുന്ന് വാങ്ങിയതാണ് എനിക്ക് ഓർമ്മയില്ല.
അപ്പൊ ഇതൊക്കെയാണ് ഗായ്സ് എന്റെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ till then, bye.